സംരംഭം നടത്തുന്നവർ മെഷീനറി വാങ്ങുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞങ്ങളുടെ 25 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ഒരു വീഡിയോയിലും ഈ മെഷീൻ വാങ്ങിച്ചാൽ നിങ്ങൾ അടുത്ത ദിവസം ലക്ഷാധിപതിയാകുമെന്ന് പറയുന്ന ഒരു വീഡിയോയും ഞങ്ങളുടെ ഒരു ചാനലിലും അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ വളരെ 25 വർഷമായിട്ട് ഞങ്ങൾ പരമാവധി പ്രൊമോട്ട് ചെയ്യുന്നത് ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിസിനസ് ചെയ്യാനും പരമാവധി മെഷീനറികൾ അധികം ഇൻവെസ്റ്റ് ചെയ്യാതെയുള്ള ബിസിനസ്സിനാണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നിരവധി ആളുകളുടെ അനുഭവങ്ങൾ ഞങ്ങൾ ദിനംപ്രതി കേൾക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഇന്നൊരു കാര്യം പറയാം. ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഓഫീസ് ഒരാൾ കയറി വന്നു. അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത പ്രൊഡക്റ്റാണ്. അതായത് വുഡൻ കട്ടിംഗ് ബോർഡ്. അന്നത് വലിയ പ്രസിദ്ധി ആർജിച്ച ഒരു പ്രൊഡക്റ്റില്ല. അദ്ദേഹത്തിന് ക്ലയൻറ്റ് വിദേശത്തേക്ക് അയക്കാൻ വന്നത്. പക്ഷേ ഈ വുഡൻ കട്ടിംഗ് ബോർഡ് അദ്ദേഹത്തിന് ലാമിനേറ്റ് ചെയ്യാനുള്ള ആവശ്യത്തിനാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങളെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ വുഡൻ കട്ടിംഗ് ബോർഡ് ഞങ്ങളൊരു ഷ്രിങ്ക് ഫിലിം കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ഹോട്ട് എയർ ഗണ്ണ്, ചെറിയൊരു പോർട്ടബിൾ ഹോട്ട് എയർ ഗണ്ണ് വഴി ഞങ്ങളിത് ലാമിനേറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ ഗണ്ണ് എന്തിൻ്റെയാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഈ ഗണ്ണ് ഉപയോഗിച്ചാണ് ഇത് ഷ്രിങ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി. കാരണം ഈ 1800 രൂപ മുടക്കി ചെയ്യാൻ പറ്റാവുന്ന, ഈ ഹോട്ട് എയർ ഗൺ വഴി ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അന്ന് തന്നെ ഏതാണ്ട് 85,000 രൂപയോളം വരുന്ന 3 ഫേസ് ലൈനിൻ്റെ ഷ്രിങ്ക് ടണൽ വാങ്ങിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഞങ്ങളുടെ അടുത്ത് വന്നത് അതിൻ്റെ ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടി, ഫിലിമിന് വേണ്ടി വന്നതാണ്. പക്ഷേ ആ ഫിലിം ഈ ഒരു ചെറിയ ഉപകരണം വെച്ച് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹം വളരെയധികം സങ്കടത്തോടെ ഞങ്ങൾ പറഞ്ഞു, ഈ കമ്പനി അവരുടെ അടുത്ത് പറഞ്ഞു. അന്ന് ആ കമ്പനിക്കും അറിയാം, അന്ന് ഈ ഹോട്ട് എയർ ഗണ്ണ് വെച്ച് ചെയ്യാവുന്ന ഈ കമ്പനികൾ ഒരിക്കലും അത് ചെറിയ ഈ ഹോട്ട് എയർ ഗണ്ണ് പോലെയുള്ള പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യില്ല. അദ്ദേഹത്തിന് ഈ ഒരു 3 ഫേസ് ലൈൻ എടുക്കേണ്ടി വന്നു, വലിയൊരു ഷെഡ് കെട്ടേണ്ടി വന്നു, ഈ ഒരു വലിയ ടണൽ വാങ്ങേണ്ടി വന്നു. ആകെ 2000 പീസാണ് ഇദ്ദേഹത്തിന് അമേരിക്കയിലേക്കോ യൂറോപ്പിലോട്ടോ അയക്കാനുണ്ടായിരുന്നത് വുഡൻ കട്ടിംഗ് ബോർഡ്. പറഞ്ഞു വരുന്നത്, കേരളത്തിൽ ഒരുപാട് ഇൻഡസ്ട്രികൾക്കും മെഷീനറി വളരെ കുറവ് മതി, വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഇന്ന് ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. വലിയ മെഷീനറി വാങ്ങുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിച്ച് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് ഈ മെഷീനറി നമുക്ക് ആർക്കും വിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നോക്കി കണ്ട് മാത്രം മെഷീനറിക്ക് ഇൻവെസ്റ്റ് ചെയ്യുക.